നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് സ്വപ്നം കാണുന്ന അമേരിക്കയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇറാനെ തകർക്കുന്നതിനായി എന്തെല്ലാം തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടും കാര്യമില്ല എന്ന സത്യം വളരെ കൃത്യമായി തന്നെ ഇറാൻ പറഞ്ഞു വയ്ക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം എണ്ണ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചതുകൊണ്ട് ഇല്ലാതാക്കാനാകില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പൈപ്പ് ലൈനുകൾ വഴി എണ്ണ കടത്തി വിടാമെന്ന വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ ഉപദേശകനായ മുഹമ്മദ് റിസ നഹ്നി രംഗത്തെത്തിയത്. ഇത്തരം പൈപ്പ് ലൈനുകൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാനും തകരാറിലാകാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹോർമൂസ് കടലെടുക്ക് എണ്ണയും വാതകവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന മേഖലയാണെന്നും പേർഷ്യൻ ഗൾഫ് ലോകത്തെ പ്രധാന എണ്ണ വാതക കേന്ദ്രമാണെന്നും നഖ്തി പറഞ്ഞു. ഭൂമിയിലുള്ള എണ്ണക്കിണറുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് അസാധ്യമാണ്. എണ്ണ കപ്പലുകളിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിന് പകരം പൈപ്പ് ലൈനുകൾ വഴി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് പരമാവധി സാധ്യമാകുന്ന ബദൽ മാർഗമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പൈപ്പ് ലൈനുകൾക്ക് എളുപ്പത്തിൽ കേടുപാടുകൾ വരുത്താനാകുമെന്നും അവ ആക്രമിക്കപ്പെടാനും തകർക്കാനും വലിയ സാധ്യതകളാണ് മുന്നിലുള്ളതെന്നും ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഇത്തരം വലിയ പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ വർഷങ്ങളോളം വേണ്ടിവരും. അതുകൊണ്ട് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഹോർമൂസിനെ ആശ്രയിക്കുന്നതിന്റെ പ്രശ്നം ലളിതമായി പരിഹരിക്കാനാകില്ല എന്ന കൃത്യമായ നിലപാട് ഇറാൻ പറയുന്നുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മറ്റു മാർഗങ്ങളിലൂടെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും നഖി പറഞ്ഞു. പ്രത്യേകിച്ച് വാതകം കടത്തുന്നതിനായി സങ്കീർണവും ചെലവേറിയതുമായ സംസ്കരണ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്നതിൽ നിന്നും രാജ്യങ്ങൾക്ക് അതിവേഗം ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും ഹോർമൂസ് കടലിടുക്കിന്റെ പ്രാധാന്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ചർച്ചകൾക്കും കരാറിനുമുള്ള രാജ്യത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്താനാകും എന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. ഇറാനുമായുള്ള ധാരണാപത്രത്തിന് നേതൃത്വം നൽകിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നിലവിലെ സാമ്പത്തിക സമ്മർദ്ദം അമേരിക്കയുമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കരാറിനെ കുറിച്ചുള്ള ഇറാന്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം എന്നാണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സമ്മർദ്ദം ഇറാനെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. സമ്പദ് വ്യവസ്ഥ എന്നേക്കുമായി തകർന്നു കിടക്കുന്ന സാഹചര്യം തുടരണമോ അതോ പാശ്ചാത്യ രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കണമോ എന്ന് ഇറാൻ സ്വയം ചോദിക്കേണ്ടി വരും എന്നാണ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം അമേരിക്ക തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒടുവിൽ തങ്ങളുടെ അന്തിമ ലക്ഷ്യം കൈവരിക്കാൻ ഈ സമ്മർദ്ദം സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ സാഹചര്യങ്ങൾ ഇറാൻ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ തീവ്രത വ്യക്തമാക്കിയെന്നും അമേരിക്ക അനുഭവിച്ചതിനേക്കാൾ വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് ഇറാൻ അനുഭവിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം സാമ്പത്തിക സമ്മർദ്ദം ഇറാന്റെ ചർച്ചകളിലെ നിലപാടുകളിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കും എന്നതാണ് ഇനി ശ്രദ്ധേയം. അമേരിക്ക സമ്മർദ്ദം തുടരുമെന്ന് വ്യക്തമാക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയ്ക്കും ഭാവി ബന്ധങ്ങൾക്കും മുന്നിലുള്ള വഴി നിർണായകമാണ്.